Hey guys, എല്ലാവർക്കും good evening. I hope everybody is doing really well. So this is Anuja Mary Thomas with Let's Crack Kerala Exams. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിന്റെ അക്കാഡമിയുടെ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. ആൻഡ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റ് ആൻഡ് എക്സ്പ്രസീവ് ആർട്സ് തെറപ്പിസ്റ്റ് ആണ്. ആൻഡ് വാട്ട് യു ഗെറ്റ് ഫ്രം അക്കാഡമി, ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാര്യം, പീപ്പിൾ മൈറ്റ് നോട്ട് നോ ദ റീസൺസ് വാട്ട് ദേ ഗെറ്റ് ഇൻ അക്കാഡമി. സോ യു ഗെറ്റ് ഡെയിലി ലൈഫ് ക്ലാസ്സസ്, സ്ട്രക്ചർഡ് കോഴ്സസ്, അൺലിമിറ്റഡ് ആക്സസ്, ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു കാര്യമാണ്. ആൻഡ് യു ഹാവ് ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് ദാറ്റ് ഇസ് അവൈലബിൾ ഫോർ എ ലോട്ട് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. And then we have syllabus preparation. അതുപോലെ തന്നെ എങ്ങനെ ഒരു സിലബസിന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോസ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ മൈ വീഡിയോ അബൌട്ട് ദ CDPO തസ്തികയിലേക്കുള്ള കാര്യങ്ങളുടെ സിലബസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനി ഉടനെ ഒരു സ്പെഷ്യൽ ക്ലാസ് പോലെ ദാറ്റ് ഇസ് ഗോണ കം ഇൻ. ആൻഡ് അക്കാഡമിയുടെ അഡ്വാൻറ്റേജസ് ഇസ് നോ ലാംഗ്വേജ് ബാരിയർ, ലേൺ എനി ടൈം എനിവെയർ ആൻഡ് ഷെഡ്യൂൾ ഓൾ ദ വർക്ക്സ് ഫോർ യു. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് അക്കാഡമി. And for the subscription, please don't forget it is 6,300 where you will get a 10% discount. And please make sure that you use my code, that is AMT10. Okay, അപ്പോൾ കേരളയുടെ അതുപോലെ തന്നെ അക്കാഡമിയുടെ കോമ്പാക്ട് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. ന്യൂ ബാച്ച് അലേർട്ട് ഇസ് ദെയർ. ദ ലിങ്ക് ഇസ് അവൈലബിൾ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർക്കുക. And then please welcome to understanding a little bit about defense mechanism. എന്താണ് ഡിഫൻസ് മെക്കാനിസം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ വളരെ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ഈഗോ. ഈ കിടക്കുന്ന സാധനം ഈഗോ ഇസ് സംതിങ് ദാറ്റ് വി യൂസ് എ ലോട്ട് ഓഫ് ടൈംസ്, അല്ലെ? നമ്മൾ എല്ലാവരും തന്നെ പലപ്പോഴും നമ്മുടെ പല റിലേഷൻഷിപ്സിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലായിക്കോട്ടെ, നമ്മൾ ഈഗോ എന്ന് പറയുന്ന ഒരു വാക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് കംസ് ഫ്രം സൈക്കോളജി ബൈ ദ വേ. സോ എന്താണ് ഈഗോ? അല്ലെങ്കിൽ ഈ ഈഗോ ഹേർട്ട് ആയാൽ എന്താ സംഭവിക്കുക? നീ എന്തിനാ അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ചിലര് പറയും എന്റെ ഈഗോ ഹേർട്ട് ആയതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ ഈ ഈഗോയെ ഹേർട്ട് ആകാതെ നോക്കാനായിട്ട് നമുക്ക് കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. ബേസിക്കലി അതാണ് ഈ ഡിഫൻസ് മെക്കാനിസം. അപ്പം ചില കാര്യങ്ങള്, ചില ഫിനോമിനൻസ് അല്ലെങ്കിൽ ചില ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം പറയുമ്പോൾ നമ്മളൊക്കെ പല സമയങ്ങളിലും പയറ്റി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ പേര് ഇതായിരുന്നു എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരല്ലെങ്കിൽ പോലും കേരള PSCക്കും അതുപോലെ തന്നെ കേറ്ററ്റിന്റെയും സീറ്ററ്റിന്റെയും പിന്നെ സൈക്കോളജി സിലബസ് ആയിട്ട് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കേരള PSC ലെവൽ എക്സാംസിനും ഒക്കെ ഡിഫൻസ് മെക്കാനിസം ഇസ് എൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതുപോലെ തന്നെ സെറ്റിനും നെറ്റിനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് സ്റ്റിൽ ഇത് ഹ്യൂമൻ ലൈഫിൽ നമ്മൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും കുറച്ചൊന്ന് ഓക്കെ ഇയാൾ ഇന്നതാണല്ലേ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ടൊക്കെ പറ്റുന്ന, വി ക്യാൻ റിലേറ്റ് ഇറ്റ് ടു ദ റിയൽ ലൈഫ്. അതാണ് ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ തുടക്കത്തിൽ കുറച്ച് തിയറീസ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ വി ആർ ഗോണ സീ വാട്ട് ഈസ് ദിസ്. ഓക്കെ, സോ ഡിഫൻസ് മെക്കാനിസം. എന്താണ് ഡിഫൻസ് മെക്കാനിസം? അതായത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന്റെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം തന്നെയാണ്. അതായത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനകത്തെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഇനി ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. ഡിഫൻസ് മെക്കാനിസം ആർ ബിഹേവിയേഴ്സ് പീപ്പിൾ യൂസ് ടു സെപ്പറേറ്റ് ദംസെൽഫ് ഫ്രം അൺപ്ലെസന്റ് ഇവന്റ്സ്, ആക്ഷൻസ് ഓർ തോട്ട്സ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ല, ഓർക്കുന്നുണ്ടാവില്ല. എന്നിരുന്നാലും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു ഇതുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, അതായത് നമ്മളെല്ലാവരും പ്ലഷറിനെയാണ് സീക്ക് ചെയ്യുന്നത്, അല്ലെ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? നമ്മളെല്ലാവരും സന്തോഷവും സുഖമാണ് സീക്ക് ചെയ്യുന്നത്. ആരെങ്കിലും സങ്കടം സീക്ക് ചെയ്യുന്നവരുണ്ടോ? അതായത് അന്വേഷിക്കുന്നവരുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അൺപ്ലസന്റ് ആയിട്ടുള്ള ഇവന്റിൽ നിന്ന് അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ആക്ഷനിൽ നിന്ന്, എന്തെങ്കിലും ചിന്തകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ തന്നെ മാറ്റി നിർത്താനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെ? അപ്പം ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെയുള്ള ഒരു ബിഹേവിയറിനെയാണ്. അത് അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ആക്ഷൻസിൽ നിന്നും തോട്ട്സിൽ നിന്നും ഒക്കെ നമ്മളെ തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുക. അപ്പം ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് കൂടെ വിളിക്കുന്നു. ഓക്കെ, മലയാളത്തിൽ അതിനെ പറയണേ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പം നമ്മുടെ ഈഗോയെ ഹേർട്ട് ആവാതെ പ്രതിരോധിക്കാനുള്ള കുറച്ച് തന്ത്രങ്ങളാണ്. അപ്പം ഇതിനകത്തെ ഇപ്പൊ നമുക്ക് വളരെ വേദന ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വന്നെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മളിപ്പം ഡിഗ്രിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ജയിക്കുന്ന ഭയങ്കരമായിട്ട് ഉറപ്പിച്ച ഒരു പരീക്ഷ, അതിന്റെ റിസൾട്ട് വന്നപ്പോ നമ്മൾ തോറ്റു. അപ്പൊ ആദ്യത്തെ കുറച്ച് സെക്കൻഡ് ആണെങ്കിൽ എടാ പോടാ, ഒരിക്കലും ഇല്ല, നമ്മൾ തോറ്റില്ല,
ഇല്ല, തോറ്റു കാണത്തില്ല എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ലിബറൽ അല്ലായിരുന്നു. ഇങ്ങനത്തെ പല പല കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. അതായത് തോറ്റു എന്നുള്ള ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഇവന്റിനെ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് പ്രതിരോധ തന്ത്രങ്ങളുമായിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, അതിനൊക്കെ പേരുകളുണ്ട്, ദാറ്റ് വി വിൽ സീ. അപ്പം ഇതിന്റെ ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രത്തിന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, ഇറ്റ് ഡിസ്റ്റോർട്ട് റിയാലിറ്റി. അതായത് തോറ്റു എന്ന് പറയുന്ന ഒരു കാര്യത്തെ സ്വീകരിക്കാനായിട്ട് അവിടെ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ അവിടെ സ്വീകരിച്ചിട്ടില്ല. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്യാരക്ടർ. ആൻഡ് ദെൻ ഓപ്പറേറ്റ് അൺകോൺഷ്യസ്ലി. ഇതൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങളൊക്കെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഓപ്പറേറ്റ് അൺകോൺഷ്യസ്ലി, സോ ദ പേഴ്സൺ ഇസ് നോട്ട് അവെയർ ഓഫ് വാട്ട് ഇസ് ടേക്കിംഗ് പ്ലേസ്. അപ്പം നമ്മൾ ഇങ്ങനെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. സോ ഇറ്റ് ഓപ്പറേറ്റ്സ് അൺകോൺഷ്യസ്ലി. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്തിരിക്കുക. ഒന്ന്, ഡിസ്റ്റോർട്ട് റിയാലിറ്റി, ആൻഡ് ദെൻ ഓപ്പറേറ്റ് അൺകോൺഷ്യസ്ലി. ഇനി നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് കൊണ്ടുവരിക. 1904 അദ്ദേഹം അത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതും പല പല ഡിഫൻസ് മെക്കാനിസം ഉണ്ടെന്നൊക്കെ പറഞ്ഞതും അന്ന ഫ്രോയിഡ് ആണ്. അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകൾ അന്ന ഫ്രോയിഡ് ആണ് ഇതിനെ മുൻപോട്ടേക്ക് ഈ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചുള്ള സ്റ്റഡി മുൻപോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പം ഈ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈഗോ ഹേർട്ട് ആവുന്നുണ്ടോ, ഈ പറയുന്ന ആശാൻ ഹേർട്ട് ആവാതിരിക്കാനുള്ള ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുക. അപ്പം ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും എന്താണെന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ പിക്ചറിലേക്ക് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഈ ഈഗോ നടുക്ക് നിൽപ്പുണ്ട്. ഓക്കെ, ഇഡ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കോൺഷ്യസ്ലി ഉള്ള ഒരു ചൈൽഡാണ്, നമ്മുടെ ഒരു ചൈൽഡ് പാർട്ട് എന്ന് പറയും. കുട്ടികൾ എങ്ങനെയാണ്, എനിക്ക് പാല് വേണം, എനിക്കിപ്പോ മുട്ടായി വേണം, എനിക്കിപ്പോ കളിക്കണം, എന്നെ സാറ്റിസ്ഫൈ ചെയ്യൂ, അതായത് എനിക്കിപ്പോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വാശിയാണ്. അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ചൈൽഡ്, ഒരു എന്താ പറയുക, നമ്മുടെ ഉള്ളിലെ ഒരു കുട്ടിയാണ് ഇഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഈഗോ എന്ന് വിളിച്ചാൽ ഒരു അഡൽട്ട് ആണെന്ന് വിചാരിച്ചു. സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യരുത്, യു കാണ്ട്, യു മസ്റ്റ് നോട്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന നമ്മുടെ ഒരു മൈൻഡിന്റെ ഭാഗമാണ് സൂപ്പർ ഈഗോ എന്ന് വിളിക്കുക. അപ്പൊ ഈ ഇഡ് എന്ന് വെച്ചാൽ ചൈൽഡ് ആണെന്ന് കൂട്ടിക്കോളൂ. സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ ആരാണ്, പേരൻസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ നടുക്ക് നിൽക്കുന്ന ഒരു അഡൽട്ട് ആണ് ആര്, നമ്മുടെ ഈഗോ. അപ്പൊ ഈ ഈഗോയെ ഹേർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു നോൺ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഇസ് പ്രസന്റ് അറ്റ് ബർത്ത്. നമ്മുടെ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇറ്റ് എന്ന് വിളിക്കുന്നത് വളരെ ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം ക്ലാസ്സിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ചിലർ ഇഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഇഡിൽ വർക്ക് ചെയ്യുക, നമ്മുടെ പ്രായമായിരിക്കുമ്പോഴും ഇഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഇഡെന്ന് പറഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകണം. ഓക്കെ, നമുക്ക് പുറത്ത് ടോയ്ലറ്റിൽ പോകണം എന്ന് വിചാരിച്ചു. പ്ലഷർ പ്രിൻസിപ്പിൾ, ടോയ്ലറ്റിൽ പോകുന്ന ഓൾസോ പാർട്ട് ഓഫ് പ്ലഷർ. അതായത് ചെയ്യണം, എനിക്കത് സാറ്റിസ്ഫൈ, എനിക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണം, അത് വാശിയാണ്. അപ്പം ഇഡ് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ എനിക്കിപ്പോ പോകണം, ഞാൻ പോവും. ഇഡ് അങ്ങനെയാണ്. ഓക്കെ, ഈഗോ എങ്ങനെയാണ്, ശരിയാണോ തെറ്റാണോ, പോയാൽ ശരിയാവോ പോരി ശരിയാവത്തില്ലയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണ്. ഓക്കെ, ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വോയിസ് ഓഫ് മൊറാലിറ്റി. മൊറാലിറ്റിയുടെ വോയിസ് ആണ്. അതായത് ഒരു ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകാൻ പാടില്ല, ഞാൻ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ മൈൻഡിന്റെ ഒരു പാർട്ടാണ് സൂപ്പർ ഈഗോ എന്ന് വിളിക്കുക. ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇഡ് ഉണ്ട്, ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ട്. അപ്പം ഈ ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെയും ഇടയ്ക്ക് നിന്ന് കുറച്ച് കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ ചെയ്യുന്ന ആളാണ് ആര്, ഈഗോ. ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെയും ഇടയ്ക്ക് നിന്ന് കാര്യങ്ങളെ വലിയ പ്രശ്നമില്ലാതെ, ഇഡിനെയും പ്രശ്നം ഉണ്ടാക്കാതെ സൂപ്പർ ഈഗോയ്ക്കും പ്രശ്നം ഉണ്ടാക്കാതെ ചെയ്യുന്ന ആളാണ് ഈഗോ എന്ന് വിളിക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സൂപ്പർ ഈഗോയ്ക്ക് രണ്ട് സബ് സിസ്റ്റം ഉണ്ട്, കൺസൈൻസ് ആൻഡ് ഈഗോ ഐഡിയൽ. കൺസൈൻസ് എന്ന് പറഞ്ഞാൽ ദ ഇന്നർ വോയിസ് ദാറ്റ് സേ വാട്ട് ഇസ് റൈറ്റ്. അതായത് ഇപ്പം ടോയ്ലറ്റിൽ പോകുന്നത് ശരിയല്ല, അല്ലെങ്കിൽ തെറ്റാണ്, അല്ലെങ്കിൽ ഇത് പണിഷ്മെന്റിന് അർഹമാണ് എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ.
അപ്പൊ അത് കൺസൈസ്. ആൻഡ് ഈഗോ ഐഡിയൽ ഓർ ഇമേജ് ഓഫ് വാട്ട് ഇസ് റിവാർഡഡ് ഓർ വാട്ട് ഇസ് അപ്രൂവ്ഡ്. അപ്പൊ അങ്ങനെയൊന്നും ക്ലാസ്സിൽ നിന്ന് പോയാൽ അത് തെറ്റാണ്, അതൊന്നും ഒരിക്കലും ശരിയല്ല എന്നൊക്കെ പറയുന്ന ഒരു ഈഗോ ഐഡിയൽ, ഇതാണ് ശരി എന്നൊക്കെ പറയുന്ന ഒരു മൊറാലിറ്റി പാർട്ട് സൂപ്പർ ഈഗോയ്ക്കുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദ 2 സബ് സിസ്റ്റംസ് ഓഫ് സൂപ്പർ ഈഗോ. ഇനി the ego is the aspect of personality that deals with reality. യാഥാർത്ഥ്യത്തെ ഡീൽ ചെയ്യുന്ന പേഴ്സണാലിറ്റിയുടെ ഒരു ആസ്പെക്ട് ആണ് ഈ ഈഗോ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അതായത് ഇഡിന്റെയും സൂപ്പർ ഈഗോയ്ക്കും ഇടയ്ക്ക് നിന്ന് റിയാലിറ്റിയെ ഡീൽ ചെയ്യുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ആസ്പെക്ട് ആണ് എന്ത്, ഈഗോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈഗോ ഓൾസോ ഹാസ് ടു കോപ്പ് വിത്ത് ദ കോൺഫ്ലിക്റ്റിംഗ് ഡിമാൻഡ് ഓഫ് ഇഡ് ആൻഡ് ഈഗോ. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെയും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡിമാൻഡിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതും ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ഫ്രോയിഡ് പറഞ്ഞതനുസരിച്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത്, അത് ആങ്സൈറ്റി, പേടി എന്നൊക്കെ നമുക്ക് പറയാം, ആങ്സൈറ്റി, ടെൻഷൻ. ഇപ്പൊ നമ്മൾ പലരും പറയുമല്ലോ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആണെന്ന് പറയാം, അതായത് എന്തൊക്കെയോ ഒരു പേടി തോന്നുന്നു, ഒരു സംതിങ് ഇസ് നോട്ട് റൈറ്റ് എന്നുള്ള ഒരു ഫീലിംഗ്. So anxiety is an unpleasant inner state that people seek to avoid. നമുക്ക് ഇപ്പൊ ഒരു വലിയൊരു എന്താ പൊക്കത്തിന്റെ മുകളിൽ നിന്നാൽ നമുക്ക് പേടിയും ആങ്സൈറ്റിയും തോന്നുമെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിന്റെ മുകളിൽ കയറി നിൽക്കോ? ഇല്ല. അപ്പം അൺപ്ലസന്റ് ആയിട്ടുള്ള ഇന്നർ സ്റ്റേറ്റിനെ വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യില്ല, അല്ലെ? അപ്പം ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് നമ്മൾ എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒന്നുമാണ്, അല്ലെ? ഓക്കെ, അപ്പൊ ആങ്സൈറ്റി ആസ് എ സിഗ്നൽ ടു ഈഗോ. അപ്പൊ ഈ ആങ്സൈറ്റിയും ഈഗോയും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ, ഈ ആങ്സൈറ്റി വരുന്നത് ഈഗോയ്ക്ക് മനസ്സിലാവും, ആൻഡ് തിങ്സ് ആർ നോട്ട് ഗോയിങ് ദ വേ ഇറ്റ് ഷുഡ്. അതായത് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നടക്കുകയല്ല എന്ന് ആങ്സൈറ്റി വരുമ്പോൾ ഈഗോയ്ക്ക് മനസ്സിലാവും. ആൻഡ് ഈഗോ ടേക്ക് സം സ്റ്റെപ്സ് ടു ഡിഫെൻഡ് ദാറ്റ്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അതായത് എനിക്ക് പേടിയാവും അതുകൊണ്ട് എനിക്ക് ഡിഫെൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഈഗോ വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറച്ച് എന്താ പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിഫെൻസ് മെക്കാനിസംസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈഗോ ദെൻ എംപ്ലോയ്സ് സം സോർട്ട് ഓഫ് ഡിഫെൻസ് മെക്കാനിസം. കണ്ടോ, ഇത് എവിടെ നിന്ന് എവിടെ വരെ എത്തി? സോ ഡിഫെൻസ് മെക്കാനിസം ടു ഹെൽപ്പ് റെഡ്യൂസ് ദീസ് ഫീലിംഗ്സ് ഓഫ് ആങ്സൈറ്റി. ഓക്കെ, ഇനി 3 ടൈപ്പ് ഓഫ് ആങ്സൈറ്റിയും കൂടെ പറഞ്ഞതിന് ശേഷം ടൈപ്സ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് റിയാലിറ്റി ആങ്സൈറ്റി? അതായത് ആങ്സൈറ്റി 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിയാലിറ്റി ആങ്സൈറ്റി എന്ന് വിളിക്കുക. ഇറ്റ് ഇസ് എ ബേസിക് ടൈപ്പ് ഓഫ് ആങ്സൈറ്റി. അതായത് നമുക്ക് ഇപ്പം നമുക്കൊരു ഒത്തിരി പേരുടെ മുൻപിൽ പോയി നിന്ന് സംസാരിക്കാനായിട്ടുള്ള പേടി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, എനിക്ക് പാമ്പിനെ പേടി, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ജീവികളെ പേടി, എനിക്ക് പൊക്കം പേടി, അല്ലെങ്കിൽ എനിക്ക് വലിയ കുഴി കാണുമ്പോഴത്തേനും പേടി. സോ ഇതൊക്കെ റിയൽ ആയിട്ടുള്ള ഫിയേഴ്സ് ആണ്. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് റിയാലിറ്റി ആങ്സൈറ്റി, ബേസിക് ടൈപ്പ് ഓഫ് ആങ്സൈറ്റി. ഇനി മോറൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ദാറ്റ് ഇസ് എ സെക്കൻഡ് ടൈപ്പ് ഓഫ് ആങ്സൈറ്റി. അതെന്താന്ന് വെച്ചാൽ ഫിയർ ഓഫ് വയലേറ്റിംഗ് അവർ ഓൺ മോറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെൻസസ്. അതായത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യത്തെ വയലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആങ്സൈറ്റി. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെയൊക്കെ ഹോസ്റ്റലിലായിരുന്നു. ഇപ്പൊ 7 o'clock ശേഷം നമ്മൾ ആരും മിണ്ടാൻ പാടില്ല, മറ്റുള്ളവരുടെ റൂമിലൊന്നും പോകാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നാലും നമ്മൾ പോകുമല്ലോ. അപ്പൊ നമുക്ക് മറ്റു റൂമുകളിൽ കയറാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ഉണ്ട്, അതാണ് മോറൽ ആങ്സൈറ്റി. അതായത് റൂൾസ് ആണ്, അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം, എന്നിരുന്നാലും നമ്മൾ അതിനെ ചിലപ്പോൾ വയലേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ആണ് എന്ത്, മോറൽ ആങ്സൈറ്റി. ഇനി 3ാമത്തെ ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ആണ് ന്യൂറോട്ടിക് ആങ്സൈറ്റി. ദ കോൺഷ്യസ്നെസ് വറി ദാറ്റ് വി വിൽ ലൂസ് കൺട്രോൾ ഓഫ് ദ ഇറ്റ്സ് urges റിസൾട്ടിങ് ഇൻ പണിഷ്മെന്റ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ. അതായത് നമ്മളെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു കോൺഷ്യസ് വറി, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോകും എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺഷ്യസ് വറിയാണ് എന്ത്, ന്യൂറോട്ടിക് ആങ്സൈറ്റി. അപ്പം 3 ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ആണ്. അപ്പോ ഇനി നമ്മൾ പലപ്പോഴാണെങ്കിലും നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിനോട് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറയും എന്റെ ഈഗോ നീ ഹേർട്ട് ആക്കിയത് കൊണ്ടാണെന്ന് നമ്മൾ പറയും. അപ്പോ ഈഗോ ഇസ് സംതിങ് ദാറ്റ് വി ഹിയർ ഓൾ ദ ടൈം. അപ്പൊ ഈ ഈഗോയെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഡിഫെൻസ് മെക്കാനിസം. ആൻഡ് 17 ടൈപ്പ് ഓഫ് ഡിഫെൻസ് മെക്കാനിസംസ് ഉണ്ട്, കണ്ടല്ലോ. അപ്പം ഇത് ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ ലൈഫിന്റെ ഇവന്റ്സ് ഒന്ന് വെച്ചിട്ട് ഈ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കുക. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് സ്ട്രോങ് ഇമോഷൻസ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് ടുവേർഡ്സ് എ പേഴ്സൺ ഓർ ഒബ്ജക്ട് ദാറ്റ് ആർ ലെസ് ത്രെറ്റനിങ്. അതായത് നമുക്ക്
നമുക്കിപ്പോ ദേഷ്യം വന്നിരിക്കുന്നത് നമ്മുടെ ടീച്ചർ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. സോ സംബടി ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ നമ്മളെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ആ ടീച്ചറിനോട് തിരിച്ച് നമുക്ക് ആ ഒരു രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ കാണിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ആ ദേഷ്യം ആരോടാ കാണിക്കുന്നേ? അമ്മയോടായിരിക്കും മിക്കവാറും. അപ്പോ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങാടി തൊട്ടേന് അമ്മയോട്, അങ്ങാടിയിൽ വെച്ചൊന്നും പറയാൻ പറ്റിയില്ല, പക്ഷെ തിരിച്ച് അമ്മയോട് വന്ന് ദേഷ്യപ്പെടുന്നു. അതായത് ഡയറക്റ്റിംഗ് സ്ട്രോങ് ഇമോഷൻസ്, അതായത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഒരാളോട് തോന്നി, അയാളോട് അത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല, അപ്പം ലെസ് ത്രെറ്റനിങ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തോട് ഇതേ സെയിം ഇമോഷൻസ് നമ്മൾ കാണിക്കുകയാണ്. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ പലരും ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കാണ്. അതിന്റെ പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. അലൗസ് ടു സാറ്റിസ്ഫൈ ഇമ്പൾസ് ടു റിയാക്ട് ബട്ട് ഡസന്റ് റിസ്ക് സിഗ്നിഫിക്കന്റ് കോൺസിക്വൻസസ്. അതായത് ഇപ്പൊ ബോസിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ബോസിനോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വീട്ടിൽ വന്നിട്ട് ഏത് ഭാര്യ ഭർത്താവിനോട് പറയില്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടും എന്തെങ്കിലും കാര്യത്തിന്. അപ്പൊ അവിടെ അൺപ്ലസന്റ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ അവിടെ വിട്ടുകളഞ്ഞു. പക്ഷെ ബട്ട് ഡസന്റ് റിസ്ക് സിഗ്നിഫിക്കന്റ് കോൺസിക്വൻസസ്. അവിടെ സിഗ്നിഫിക്കന്റ് കോൺസിക്വൻസസിനെ പേടിച്ചുകൊണ്ടാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത്. ഇത് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് അറിയാതെ സംഭവിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഗെറ്റിംഗ് ആംഗ്രി അറ്റ് യുവർ ചൈൽഡ് ഓർ സ്പൗസ് ബിക്കോസ് യു ഹാഡ് എ ബാഡ് ഡേ അറ്റ് വർക്ക്. വർക്കില് നല്ലൊരു ദിവസം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഏത് ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ദേഷ്യപ്പെടുന്നു. സോ ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കാണ്, ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ ഉപയോഗിച്ചെന്ന് നോക്കണ്ട. ഈ 10-17 എണ്ണത്തിനകത്ത് എത്ര എണ്ണം നമ്മൾ എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ സെക്കൻഡ് ടെക്നിക് ദാറ്റ് ഇസ് കോൾഡ് ആസ് റിപ്രഷൻ. റിപ്രഷന്റെ മലയാളം വാക്കാണ് ദമനം. ഓക്കെ. റിപ്രഷൻ ഒരു വൺ ഓഫ് ദ മെയിൻ വെൽ നോൺ മെക്കാനിസം ആണ്. ബേസിസ് ഓഫ് മെനി അതർ മെക്കാനിസംസ്. ആക്ട്സ് ടു കീപ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് ദ കോൺഷ്യസ് അവയർനെസ്. അതായത് നമ്മൾ റിപ്രസ് ചെയ്യാണ്. ആ ഒരു കാര്യം നമ്മൾ ഓർക്കാനേ ആഗ്രഹിക്കുന്നില്ല. അതായത് അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഉള്ള കുട്ടി, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ആണെങ്കിലും ചിലപ്പം ചൈൽഡ്ഹുഡിൽ വി ഹാവ് ഗോൺ ത്രൂ സം സോർട്ട് ഓഫ് ആൻ അബ്യൂസ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മൾ അൺകോൺഷ്യസ്ലി അത് നമ്മുടെ മൈൻഡ് അതിനെ മറന്നു കളഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യമാണ് റിപ്രഷൻ. അത് അൺപ്ലസന്റ് ആയിട്ടുള്ള ഇവന്റ്സിനെ അൺകോൺഷ്യസ്ലി നമ്മൾ അതിനെ വിട്ടുകളയുന്നു. അതിനെയാണ് റിപ്രഷൻ എന്ന് വിളിക്കുക. എ പേഴ്സൺ ഹു ഹാസ് റിപ്രസ്ഡ് മെമ്മറീസ് ഓഫ് അബ്യൂസ് സഫേർഡ് ആസ് എ ചൈൽഡ് മേ ലേറ്റർ ഹാവ് ഡിഫിക്കൽട്ടി ഫോമിംഗ് റിലേഷൻഷിപ്പ്. അപ്പം ഈ കാര്യം എപ്പോഴും മുൻപോട്ടേക്ക് വരുന്നില്ല. അത് നമ്മുടെ മനസ്സിലേക്ക് അബ്യൂസ് വന്നില്ലെങ്കിൽ പോലും, അതായത് ഇതിനെ മറന്നു കളഞ്ഞു, പുറകോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അപ്പം ഇതിന്റെ എഫക്ട്, ഈ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസിന്റെ എഫക്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പം അതാണ് റിപ്രഷൻ എന്ന് വിളിക്കുക. അൺപ്ലസന്റ് ആയിട്ടുള്ള മെമ്മറീസിനെ നമ്മൾ പുറകോട്ടേക്ക് തള്ളിക്കളയുകയാണ്. Okay, sometimes we do this consciously by forcing the unwanted information out of the awareness. നമ്മുടെ അവയർനെസ്സിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള അൺപ്ലസന്റ് ഇൻഫർമേഷൻസിനെ നമ്മൾ പുറകോട്ടേക്ക് വിട്ട് കളയുന്നു. സോ ദാറ്റ് ഇസ് റിപ്രഷൻ. ഇതൊക്കെ നമ്മുടെ കാര്യത്തിൽ ഉണ്ടായിട്ട്, ഇഫ് വി ഹാവ് ഗോൺ ത്രൂ എ ബാഡ് ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ഇഫ് വി ഹാവ് ഗോൺ ത്രൂ ആൻ അബ്യൂസീവ് എന്താ പറയുക ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി, അല്ലെങ്കിൽ വി ഹാവ് എന്തെങ്കിലും വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇവന്റിൽ കൂടെ കടന്നു പോയെങ്കിൽ അതിനെ നമ്മൾ റിപ്രസ് ചെയ്യുന്നു. അൺകോൺഷ്യസ്ലി വി ട്രൈ ടു ഫൊർഗെറ്റ് ഇറ്റ്. അതിനെയാണ് റിപ്രഷൻ എന്ന് വിളിക്കുക. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ആൻഡ് ദ തേർഡ് വൺ ദാറ്റ് ഇസ് സബ്ലിമേഷൻ, ഉദാത്തീകരണം. ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ കൺസിഡേഴ്സ് ഒരു പോസിറ്റീവ് സ്ട്രാറ്റജി ആയിട്ട് കാണുന്ന ഒന്നാണ്. സാറ്റിസ്ഫൈ ആൻ ഇമ്പൾസ് വിത്ത് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഒബ്ജക്ട് ഇൻ എ സോഷ്യലി അക്സെപ്റ്റഡ് വേ. അതായത് സബ്ലിമേഷന്റെ എക്സാമ്പിൾ ആണ്, എന്താ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അത് നമുക്ക് എന്താ പറയാ, അത് നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് സമൂഹത്തിൽ സ്വീകാര്യപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി കാണിക്കുന്നു. ഇപ്പൊ കുട്ടികളില്ലാത്ത ദമ്പതിമാര് ചിലപ്പം അനാഥാലയങ്ങളിൽ ഒക്കെ എന്താ പറയാ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയെ സ്കോളർഷിപ്പിൽ പഠിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സബ്ലിമേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. കേറ്ററ്റിന്റെ എക്സാമിനാണെന്ന് തോന്നുന്നു പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. അതായത് കുട്ടികളില്ലാത്ത ദമ്പതിമാര് അവര് എന്താ പറയാ ഒരു ഓർഫനേജിൽ പോയി ആ കുട്ടികൾക്ക് സഹായം ചെയ്യുമ്പോൾ വാട്ട് ദേ ആർ ട്രൈങ് ടു എന്താ പറയാ അവരവിടെ എന്താ ചെയ്യുന്നത്, അതായത് അവരുടെ ഒരു എന്താ പറയാ അമ്മയോ അച്ഛനോ ആവാൻ പറ്റിയില്ല, പേരൻസ് ആവാൻ പറ്റിയില്ല എന്നുള്ള ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യത്തെ അവര് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേയില് അവരതിനെ എന്താ പറയുക ആ ഒരു ഫീലിങ്സിനെ അവര് എക്സ്പ്രസ് ചെയ്യാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് സബ്ലിമേഷൻ. ഓക്കെ, സിമിലർ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത്
നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ മറ്റൊരാളോടാണ് ചെയ്യുന്നത്, പക്ഷെ ഇതൊരു പോസിറ്റീവ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ലാഷിംഗ് ഔട്ട് അറ്റ് ദി എംപ്ലോയീസ് യു ചൂസ് ടു ചാനൽ യുവർ ഫ്രസ്ട്രേഷൻ ഇൻ ടു എക്സസൈസ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് എംപ്ലോയീസിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, പക്ഷെ അവരെ ആരും വഴക്ക് പറയാൻ നിന്നില്ല, പോയി എക്സസൈസ് ചെയ്ത് തീർത്തു. സോ ദാറ്റ് ഇസ് സബ്ലിമേഷൻ. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. സോ ദാറ്റ് ഇസ് എ തേർഡ് മെത്തേഡ്, ദാറ്റ് ഇസ് സബ്ലിമേഷൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ ആണ്, വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ? നെക്സ്റ്റ് വൺ ഇസ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇൻവോൾവ്സ് ടേക്കിംഗ് ആർ ഓൺ അൺഅക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് ഓർ ഫീലിംഗ്സ് എസ്ക്രൈബിംഗ് ദം ടു അതർ പീപ്പിൾ. ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് ഒരാളോട് നിനക്ക് ഈഗോ ആണെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പറയും നിങ്ങൾക്ക് ഈഗോ ആണെന്ന്, അല്ലെ? അപ്പം നമ്മുടെ തന്നെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആൻഡ് ഫീലിംഗ്സ് നമ്മൾ മറ്റുള്ള ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരാൾക്കാണ് അതുള്ളതെന്ന് പറയുന്നു. അപ്പം അതായത് നമുക്കിപ്പം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് കാണുമല്ലോ നമ്മുടെ ക്ലാസ്സിലോ, അങ്ങനെയൊന്നും പാടില്ല, എന്നാലും നമ്മൾ ഒത്തിരി അടുത്ത് പോകാനും അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നാത്ത കുറച്ച് പേര് നമ്മുടെ അടുത്ത് കാണും. നമ്മുടെ ചുറ്റുപാട് ജോലി ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കാണും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാര് നമുക്കാണ് ആ സ്ട്രോങ് ഡിസ്ലൈക്ക്, പക്ഷെ നമ്മുടെ മനസ്സിൽ അവർക്ക് നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ഫീലിംഗ് ആണ്. അപ്പം നമ്മുടെ ആ ഡിസ്ലൈക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഒരാളിൽ കാണിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് as പ്രൊജക്ഷൻ. ഓക്കെ, അപ്പം if you have a strong dislike for someone, you might instead believe that they do not like you. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് യു ഹാവ് സ്ട്രോങ് ഭയങ്കര ഒരു അഫിനിറ്റി ഒരാളോട് തോന്നുകയാണെന്ന് വിചാരിച്ചോ, യു മൈറ്റ് ഓൾസോ ഗെറ്റ് എ ബിലീഫ് ദാറ്റ് അയാൾക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്ക് തോന്നും. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണം. നമ്മളിലുള്ള ഒരു കാര്യം നമ്മൾ മറ്റൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഫോർത്ത് കൈൻഡ് ഓഫ് ഡിഫൻസ് മെക്കാനിസം, ദാറ്റ് ഇസ് പ്രൊജക്ഷൻ. ഞാൻ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എന്തെങ്കിലും പ്രൊജക്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ ഒന്ന് ആലോചിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ, ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ താദാത്മീകരണം എന്ന് വിളിക്കുന്നു. താദാത്മീകരണം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വിച്ച് എനേബിൾസ് വൺ ടു അച്ചീവ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ സക്സസ് ഓഫ് അതർ പീപ്പിൾ, ഗ്രൂപ്പ്സ് ഓർ ഓർഗനൈസേഷൻ. ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം കൊണ്ടാണ് സച്ചിൻ തെണ്ടുൽക്കർ ഒരു സെഞ്ചുറി അടിക്കുമ്പോഴും അന്ന് പണ്ട് സൗരവ് ഗാംഗുലി ഷർട്ടൂരി സ്റ്റേഡിയത്തിൽ വീശിയപ്പോഴും ഒക്കെ നമുക്കൊരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കോഹ്ലി 6 അടിക്കുമ്പോ, അല്ലെങ്കിൽ ധോനി ഒരു ഹെലികോപ്റ്റർ ഷോട്ട് ഒക്കെ അടിക്കുമ്പോ, അല്ലെങ്കിൽ വിജയുടെ പുതിയ സിനിമ ഇറങ്ങുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷവും നമുക്കൊരു ഭയങ്കര അച്ചീവ്മെന്റിന്റെ ഫീലിംഗ് തോന്നുന്നതിന്റെ കാര്യം ഐഡന്റിഫിക്കേഷൻ ആണ്. ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ടു മോഡൽ വൺ സെൽഫ് ആഫ്റ്റർ എ റെസ്പെക്റ്റഡ് പേഴ്സൺ. ഒരു റെസ്പെക്റ്റഡ് പേഴ്സണെ വെച്ച് നോക്കുമ്പോൾ അയാളുടെ അയാളുടെ ആ ഒരു വികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഒരു കഴിവ് നമ്മുടേതായിട്ട് നമ്മൾ കാണുന്ന, നമ്മുടേതായിട്ട് നമ്മൾ അൺകോൺഷ്യസ്ലി എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് എന്തെന്ന് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് as ഐഡന്റിഫിക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ആണ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം. യുക്തീകരണം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, എന്താണ് യുക്തീകരണം? ഒന്ന് ചിന്തിച്ചു നോക്കിയോ. വാട്ട് ഈസ് യുക്തീകരണം? സം പീപ്പിൾ മേ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ അൺഡിസൈറബിൾ ബിഹേവിയർ വിത്ത് ദെയർ ഓൺ സെറ്റ് ഓഫ് ഫാക്ട്സ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു പരീക്ഷയ്ക്ക് തോറ്റാൽ, നമ്മളൊരു പരീക്ഷ എഴുതി നമുക്കതിന് 0 മാർക്ക് കിട്ടിയാൽ നമ്മൾ പറയും ടീച്ചറിന് എന്നോട് പിണക്കമായിട്ടാണ്, അല്ലെങ്കിൽ ടീച്ചർ എനിക്ക് മാർക്ക് തരാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറേ തെറ്റായിരുന്നു, ആൻസർ പേപ്പർ ഒട്ടും ശരിയല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ റാഷണലൈസേഷൻ, നമ്മുടെ എന്തെങ്കിലും ഒരു അൺറീസണബിൾ ബിഹേവിയറിനെ നമ്മുടെ തന്നെ സെറ്റ് ഓഫ് ഫാക്ട്സ് വെച്ചിട്ട് നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് റാഷണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. പ്രശ്നമല്ല, ഒരു ഡിഫൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ത്? യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ. അപ്പം അങ്ങനെ പറയുന്നോണ്ട് എന്താ? ഇറ്റ് മേക്സ് യു ഫീൽ കംഫർട്ടബിൾ. ശരിയല്ലേ? അതായത് എന്റെ കഴിവുകേട് കൊണ്ടാണ് തോറ്റതെന്ന് എനിക്ക് സമ്മതിക്കുന്നതിലും, ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റായിരുന്നു അല്ലെങ്കിൽ ടീച്ചറിന് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ we feel all right, it is not our mistake. Okay, സോ അതാണ് റാഷണലൈസേഷൻ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പീപ്പിൾ ഹു മൈറ്റ് ബി ആംഗ്രി അറ്റ് കോവർക്കേഴ്സ് ഫോർ നോട്ട് കംപ്ലീറ്റിംഗ് വർക്ക് ഓൺ ടൈം കുഡ് ബി ഇഗ്നോറിംഗ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ ടിപ്പിക്കലി ലേറ്റ് ടു. അതായത് നമ്മുടെ ഓഫീസുകളിൽ നമ്മൾ എന്താ പറയാ, ലേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ റീസൺസ് കാണും. പക്ഷെ നമ്മള് എന്താ പറയുക, ഇന്ന റീസൺ കൊണ്ടാണ് ഞാൻ വരാൻ, അല്ലാണ്ട് ഞാൻ ലേറ്റ് ആയതിന്റെ കാര്യം അവിടെ ചിന്തിക്കുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് യുക്തീകരണം. ഇനി സെവൻത് വൺ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ സെവൻത് വൺ, ദാറ്റ് ഇസ്
ദാറ്റ് ഇസ് റിഗ്രഷൻ അല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്ന് നമ്മൾ വിളിക്കുന്നത് പശ്ചാത്ഗമനം. സോ സം പീപ്പിൾ ഹു ഫീൽ ത്രെറ്റൻഡ് ഓർ ആൻഷ്യസ് മേ കോൺഷ്യസ്ലി എസ്കേപ്പ് ടു ആൻ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അതായത് നമ്മള് ഒരു എന്താ പറയുന്നത്, ഇപ്പൊ ഒരു 27-28 വയസ്സുള്ള ഒരു അഡൽട്ട് പെട്ടെന്ന് അൺപ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വരുമ്പോ നമ്മുടെ പഴയ ഒരു അല്ലെങ്കിൽ നമ്മുടെ മുൻപത്തെ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലേക്ക് പോകുന്നു. മോസ്റ്റ്ലി സീൻ ഇൻ ചിൽഡ്രൻ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഇപ്പം ആദ്യമായിട്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഒരു 4-5 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. ആ വീട്ടിലേക്ക് ഒരു കുഞ്ഞു ആവയും കൂടെ വരുന്നു. അപ്പോ ഈ 4-5 വയസ്സുള്ള കുട്ടി ഇതുവരെ കാണിക്കാത്ത കുറച്ച് എന്താ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ചെയ്തു തുടങ്ങുന്നു. അറ്റൻഷൻ സീക്കിംഗ് ഇൻ ദ സെൻസ് ചിലപ്പം ഇത്രയും നാളും വാശിയൊന്നും ഉണ്ടാവില്ല, ആ 5 വയസ്സുകാരന് ഭയങ്കര വാശിയാവുന്നു, ബെഡ് വെറ്റ് ചെയ്യുന്നു, അതായത് കിടന്നു മുള്ളുന്നു, ട്രമേഴ്സ് കാണുന്നു. അപ്പൊ ഇതൊക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിഗ്രഷന്റെ പാർട്ടാണ്. സോ ഹി ഈസ് വാണ്ടിങ് സംതിങ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്തോ ഒരു ത്രെറ്റനിങ് ഫീലിംഗ് അവൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ റിഗ്രഷൻ ഉണ്ടാവുന്നത്. ഇഫ് ദ എക്സ്പീരിയൻസ് ട്രോമ ഓർ ലോസ്, they may suddenly act as if you are younger again and maybe begin with bedwetting, thumb sucking, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പം ഇത് ഏതെങ്കിലും അമ്മമാർ ഇനി കാണാനായിട്ട് കാണുമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക. നമ്മുടെ ആദ്യത്തെ കുട്ടി ഉണ്ടായി, രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കുട്ടി ഫീൽസ് എ ലിറ്റിൽ ബിറ്റ് ത്രെറ്റൻഡ് അല്ലെങ്കിൽ ആൻഷ്യസ്. അവന്റെ ആയിരുന്ന ലോകത്തിലേക്ക് പുതിയൊരാൾ വരികയാണ്. സോ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ സംഭവിക്കുന്നില്ല. ഹീസ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് ചൈൽഡ് ഇസ് ഓൾസോ ഗെറ്റിംഗ് ഇനഫ് സപ്പോർട്ട് ആൻഡ് അറ്റൻഷൻ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ റിഗ്രഷൻ ആൻഡ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ 5-6 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് തംസക്ക് ചെയ്യാനും ബെഡ് വെറ്റിങ്ങും ട്രമേഴ്സും സംഭവങ്ങളും ഒക്കെ തുടങ്ങുക. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. അഡൽട്ട് ക്യാൻ ഓൾസോ റിഗ്രസ്. ഇത് കുട്ടികളിൽ മാത്രമല്ല, മോസ്റ്റ്ലി സീൻ ഇൻ ചിൽഡ്രൻ ആണെങ്കിൽ പോലും അഡൽട്സിലും ഉണ്ട്. അഡൽട്സ് ഹു ആർ സ്ട്രഗ്ലിംഗ് ടു കോപ്പ് വിത്ത് ഇവന്റ്സ് ഓർ ബിഹേവിയേഴ്സ് മേ റിട്ടേൺ ടു സ്ലീപ്പിംഗ് വിത്ത് എ ചെറിഷ്ഡ് സ്റ്റഫ്ഡ് ആനിമൽ, ഓവർ ഈറ്റിംഗ് ഓർ ചെയിൻ സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഒരു ചൂവിംഗ് പെൻസ് ഓർ പെൻസിൽ. ഇതല്ല അഡൽട്ട് ഹു സ്ട്രഗ്ലിംഗ് ടു കോപ്പ്, എന്തെങ്കിലും ഒരു ട്രോമയെ സംബന്ധിച്ച്, ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം എന്താ പറയുന്നത്, സ്ട്രഗിൾ ചെയ്യാണ് ടു കോപ്പ് വിത്ത് ദി ഇവന്റ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം അടിക്കാൻ തുടങ്ങാം, സിഗരറ്റ് വലിക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ തം സക്കിങ്, അതും ആൾക്കാരിൽ ഈ നഖം കടിക്കുന്ന സ്വഭാവം കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റഫ്ഡ് ആനിമൽ, പണ്ട് കുഞ്ഞുനാൾ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടിരുന്ന സാധനത്തെ പിന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. സോ അതായതൊക്കെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ പുറകോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, റിഗ്രഷന്റെ ഭാഗമാണ്. സോ 7 റിഗ്രഷൻ അല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ദ 8th one is called as compensation, അനുപൂർണം. അതായത് അനുപൂർണം എന്ന് വെച്ചാൽ a person make up for his or her weakness by developing strength in other areas. അതായത് ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കാനായിട്ട് ഭയങ്കര മോശമാണെന്ന് വിചാരിച്ചോ, ആ കുട്ടി ചിലപ്പം അത്ലറ്റിക്സിൽ അടിപൊളിയായിരിക്കും. സോ ദാറ്റ് ആസ് എ ഡിഫൻസ് മെക്കാനിസം, കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്. മേ ബി ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ഗുഡ് ഇൻ മാത്സ്, പക്ഷെ എനിക്ക് എന്താ പറയുന്നത്, ലാംഗ്വേജസിൽ എനിക്ക് ഭയങ്കര സ്കില്ലാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറഞ്ഞു പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുക. അതിന്റെ മലയാളം പേരാണ് എന്ത്, അനുപൂർണം. സോ എ പേഴ്സൺ ട്രൈസ് ടു മേക്ക് അപ്പ് ഫോർ ഹിസ് ഓർ ഹെർ വീക്ക്നെസ് ബൈ ഡെവലപ്പിംഗ് എ സ്ട്രെങ്ത് ഇൻ അതർ ഏരിയ. അതായത് ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള വീക്ക്നെസ് കാണിക്കാതിരിക്കാൻ വേണ്ടി മറ്റൊരു ഏരിയയിൽ അവന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുക, കോമ്പൻസേഷൻ എന്ന് വിളിക്കുക. സോ ദാറ്റ് ഇസ് ദ 8th one, that is the compensation. ഇനി 9ാമത്തേത് passive aggression. Indirectly expressing aggression towards others by giving the appearance of compliance, making resistance, resentment, hostility. അതായത് നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഷൗട്ട് ചെയ്യുമായിരിക്കും അവരുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നമ്മൾ, ഓ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്താന്ന് വെച്ചാൽ ചെയ്തു. അതായത് നമ്മളവിടെ സമ്മതം കൊടുക്കുന്നുമില്ല, നമുക്ക് ദേഷ്യമുണ്ടോ ഉണ്ട് താനും, എന്നിട്ട് അങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലോ. ഐ എം നോട്ട്, നീ എന്തോ വെച്ചാൽ ചെയ്തു എന്നൊക്കെ പറയുന്നത്. സോ ദാറ്റ് ഈസ് മേക്കിംഗ് റെസിസ്റ്റൻസ്, റിസെന്റ്മെന്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി. അപ്പം അതും ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ വേ ആണ് പാസീവ് അഗ്രഷൻ. നേരിട്ട് അഗ്രഷൻ ആയിട്ട് കാണിച്ചില്ലെങ്കിൽ പോലും പാസീവ് ആയിട്ട്, അതായത് വലിയ എന്താ പറയുക, വലിയ അഗ്രഷൻ അല്ല, ബട്ട് പാസീവ് അഗ്രഷൻ. അപ്പൊ അത് ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഇവന്റ്സിൽ, നിങ്ങളുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും പാസീവ് ആയിട്ടൊക്കെ അഗ്രഷൻ നടത്തുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദേ ആർ യൂസിങ് സം സോർട്ട് ഓഫ് എ ഡിഫൻസ് മെക്കാനിസം ടു ആക്ച്വലി
ഷീൽഡ് ദെയർ ഈഗോ, അവരുടെ ഈഗോയെ ഒന്ന് ഷീൽഡ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാസീവ് അഗ്രഷൻ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ദ 10th വൺ, ദാറ്റ് ഇസ് സപ്രഷൻ അല്ലെങ്കിൽ ദമനം എന്ന് നമ്മൾ വിളിക്കുക. സോ എന്താണ് സപ്രഷൻ? സപ്രഷന്റെ മലയാളം വേർഡ് ദമനമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. സപ്രഷന്റെ പേരല്ല കേട്ടോ, റിപ്രഷന്റെ പേരാണ് ദമനം. സോ പ്ലീസ് ഡോണ്ട് റീഡ് ദിസ്. സോ സപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, sometimes we do this consciously by forcing the unwanted information out of our awareness. Unwanted ആയിട്ട് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഇവന്റ്സിനെ നമ്മൾ തന്നെ കോൺഷ്യസ്ലി ഫോഴ്സിങ് ഔട്ട്, നമ്മൾ അതെല്ലാം പുറത്തു വെക്കോ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്, ഒരു മെത്തേഡാണ് സപ്രഷൻ എന്ന് വിളിക്കുക. വി ആർ സപ്രസിങ് ദോസ് സോഴ്സ്, വേണ്ട അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്ന് നമ്മൾ തന്നെ പറയുന്നു. One may have an impulse to tell her boss what one really thinks about him and his abnormal behavior, but suppresses his thought because you need the job. അതായത് നമ്മുടെ ബോസ് ചിലപ്പോൾ നമ്മളോട് ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും നമ്മളോട് പെരുമാറുന്നത്. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു തോട്ടിനെ നമ്മൾ ഈ പറയാതിരിക്കുന്നു, നമ്മൾ പറയാതിരുന്ന അതങ്ങ് വിട്ടുകളയുന്നു. ആ നെഗറ്റീവ് ആയിട്ടുള്ള അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയുന്നു. എന്തുകൊണ്ട്? നമുക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ദാറ്റ് ഈസ് കോൾഡ് ആസ് സപ്രഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇനി നേരത്തെ കണ്ട റിപ്രഷനും സപ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അവയർനെസ്സിൽ നിന്ന് മാറ്റുന്നതാണ് റിപ്രഷനും, അതുപോലെ തന്നെയാണ് സപ്രഷൻ. അപ്പൊ ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോ റിപ്രഷൻ, unwanted impulses or thoughts being unconsciously pushed away out of awareness. Unconscious ആയിട്ട് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്പൾസസിനെയും തോട്ട്സിനെയും നമ്മൾ പുറത്തേക്ക് തള്ളുന്നതിനെയാണ് we call it as repression എന്ന് വിളിക്കുക. So it's an unconscious effort. Okay, ഇനി സപ്രഷൻ എന്ന് വെച്ചാൽ deliberately trying to forget. Okay, I am telling myself, okay, that is, അത് നിന്നെ ഒത്തിരി പെയിൻഫുൾ ആക്കിയിട്ടുണ്ട്. സോ ട്രൈ ടു ഫൊർഗെറ്റ് ഇറ്റ്. യു ട്രൈ ടു ഫൊർഗെറ്റ് ഇറ്റ്. ഡെലിബറേറ്റ്ലി ട്രൈങ് ടു ഫൊർഗെറ്റ് ഓർ നോട്ട് തിങ്ക് അബൌട്ട് പെയിൻഫുൾ ഓർ അൺവാണ്ടഡ് തോട്ട്സ്. ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവന്റിലൂടെ കടന്നുപോയ ഒരാളാണ്, ഒരു ബൈക്ക് ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു കാർ ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ആയിക്കോട്ടെ, ആ ഒരു ഇവന്റിനെ ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇത് രണ്ടും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ മറന്നു കളയുക എന്നുള്ളതാണ്. റിപ്രഷൻ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് ഇറ്റ് പുഷസ് എവേ. പക്ഷെ സപ്പറേഷൻ എന്ന് വെച്ചാൽ ഡെലിബറേറ്റ്ലി വി ആർ ട്രൈങ് ടു എന്താ പറയുക forget about the painful and unwanted thoughts. I hope you have understood about the difference between repression and suppression. Okay, ഇനി the 11th method of എന്താ പറയുന്നത് ഡിഫൻസ് മെക്കാനിസം നമ്മളൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഡിനയൽ ഓഫ് റിയാലിറ്റി. അതായത് എന്താ പറയുന്നത്, ഇപ്പം പെട്ടെന്ന് ഇപ്പൊ നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചുപോയാൽ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ? ഇഫ് സംബഡി ഹു വി ലവ് എ ലോട്ട് ഹാസ് ലോസ്റ്റ് ഓർ ഡിപ്പാർട്ടഡ്, ഇറ്റ് ഈസ് സോ ഹാർഡ് ഫോർ us ടു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ എന്താ അക്സെപ്റ്റ് ദ റിയാലിറ്റി ദാറ്റ് ഇറ്റ് ഹാസ് ഹാപ്പൻഡ്, അല്ലെ? ഓഫ് കോഴ്സ് വെൻ യു റെഫ്യൂസ് ടു അക്സെപ്റ്റ് റിയാലിറ്റി ഓർ ഫാക്ട്സ്, റിയാലിറ്റി ഫാക്ട്സിനെയും എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. ബിക്കോസ് അക്സെപ്റ്റ് ചെയ്താൽ വി ഗെറ്റ് ഹേർട്ട്, നമ്മുടെ ഈഗോ ഹേർട്ട് ആവുന്നു. അപ്പം അതിനെയാണ് ഡിനയൽ ഓഫ് റിയാലിറ്റി എന്ന് നമ്മൾ വിളിക്കുക. അത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വളരെ എവിഡന്റ് ആണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കാണിക്കാം. അഡിക്ഷൻ ഇസ് ഓൾസോ അനദർ എന്താ പറയുക എക്സാമ്പിൾ ഫോർ ഡിനയൽ ഓഫ് റിയാലിറ്റി. People living with drug or alcohol addiction often deny that they have a problem, while victims of traumatic events may deny that the event occurred. അപ്പം ഈ ഒരു ഡിഫൻസ് മെക്കാനിസം കൊണ്ടാണ് ചിലപ്പോൾ ഒരു ട്രോമാറ്റിക് ഇവന്റിലൂടെ അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഇവന്റിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ കാര്യം, ദേ ആർ യൂസിങ് ദ ഡിഫൻസ് മെക്കാനിസം. അവർക്ക് അത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് അൺപ്ലസന്റ്. അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ എന്നെ വിട്ടു പോയി എന്നുള്ളത് ഇറ്റ്സ് എൻ അൺപ്ലസന്റ് സിറ്റുവേഷൻ. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്, എന്റെ ഈഗോയെ അത് ഹേർട്ട് ചെയ്യും. സോ ഐ ആം ട്രൈങ് ടു ഡിനൈ ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ അറ്റ് ഓൾ, ദാറ്റ് പേഴ്സൺ ഈസ് വിത്ത് മീ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിനയൽ ഓഫ് റിയാലിറ്റി. ആൻഡ് ആൽക്കഹോളിക് ഡ്രഗ് അഡിക്ഷൻസിലും ഒക്കെ ഡിനയൽ ഓഫ് റിയാലിറ്റി ഭയങ്കര ഹൈ ആണ്. കാരണം അവർ അഡിക്റ്റഡ് ആണെന്ന് അവർ ഒരിക്കലും സമ്മതിക്കില്ല. They can't accept the fact. They are using a defense mechanism. കാരണം അവർ അഡിക്റ്റ് ആണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലായാൽ അത് അവരുടെ ഈഗോയെ ഹേർട്ട് ആവും. ഓക്കെ, സോ അത് ഒരു ഡിനയൽ ഓഫ് റിയാലിറ്റി ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ the 12th one is humor.
using comedy to overtly express feelings and thoughts without personal discomfort or without producing unpleasant effect on others. അതായത് എന്തെങ്കിലും തോട്ട്സ് ഓർ ഫീലിങ്സ് നമ്മുടെ പേഴ്സണൽ ഡിസ്കംഫർട്ടിനെ മാറ്റാൻ വേണ്ടി അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് മറ്റുള്ളവരിൽ ഉണ്ടാക്കാതെയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. Humor can be regarded as the highest of these different processes. അപ്പൊ അതായത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ബോഡി ഇമേജ് ഇഷ്യൂ ഉള്ള ഒരാള്, ബോഡി ഇമേജ് ഇഷ്യൂ ഭയങ്കരമായിട്ട്, ബോഡി ഇമേജ് ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ള ഒരാള്, അതായത് നമ്മുടെ ബോഡിയെ പറ്റി നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരാള് ഒരു ഇവന്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരെങ്കിലും അവരുടെ വെയിറ്റിനെ പറ്റിയോ ഹൈറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ലുക്സിനെ പറ്റിയോ കമന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതായത് ആരെങ്കിലും കമന്റ് ചെയ്താൽ അവർക്ക് അൺപ്ലസന്റ് ആണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവരുടെ ഈഗോയെ ഹേർട്ട് ആവാതിരിക്കാൻ അവർ തന്നെ ചിലപ്പോൾ അവരെ തന്നെ കളിയാക്കും, അല്ലെങ്കിൽ ഹ്യൂമർ ഉപയോഗിക്കും. എന്തെങ്കിലും രീതിയിൽ അവരുടെ തന്നെ വെയിറ്റിനെ കുറിച്ചോ ഹൈറ്റിനെ കുറിച്ചോ കളറിനെ കുറിച്ചോ സംസാരിച്ച് അവരെ തന്നെ ആ ഒരു ഹ്യൂമർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈഗോയെ ഹേർട്ട് ആവാതിരിക്കാനായിട്ട് അവർ നോക്കും. സോ ദാറ്റ് ഇസ് എ ഡിഫൻസ് മെക്കാനിസം ടു നോട്ട് ഗെറ്റ് ഹേർട്ട്. അവരുടെ ഈഗോയെ ഷീൽഡ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഹ്യൂമർ. നമ്മളാണെങ്കിലും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പല സിറ്റുവേഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ത്, ഹ്യൂമർ എന്നുള്ളത്. ഓക്കെ, ഇനി ദ 13th മെത്തേഡ്, ദാറ്റ് ഇസ് വിഡ്രോവൽ. നമ്മൾ പിൻവാങ്ങി നിൽക്കുക. ഭയങ്കര ഒരു സിവിയർ ഫോം ഓഫ് ഡിഫൻസ് ആണ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഇറ്റ്സ് എ സിവിയർ ഫോം ഓഫ് എന്താ പറയുക ഡിഫൻസ് മെക്കാനിസം ആണ്. എസ്കേപ്പ് ഫ്രം or avoid situations that may be experienced as emotionally or psychologically challenging. സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഇമോഷണലി നമുക്ക് ചലഞ്ചിങ് ആണെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ തന്നെ മാറ്റി നിർത്തുക. ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നമ്മളെ തന്നെ മാറ്റുക. കാരണം ആ ഒരു ഇവന്റിലേക്ക് പോയാൽ ഞാൻ ഹേർട്ട് ആവും, അല്ലെങ്കിൽ ആ ഒരു ഇവന്റിൽ പോയാൽ എനിക്ക് ഡിസ്ട്രെസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് തന്നെ മാറി നിൽക്കുക. നിങ്ങൾ തന്നെ ഓർത്ത് നോക്കിയേ, there are so many events. ഇപ്പം എന്താ പറയാ, 10, 25, 27 വയസ്സായിട്ട് ഒരു ജോലിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ അൺഎംപ്ലോയിഡ് ആണെന്ന് പറയാൻ, അപ്പൊ നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയുന്ന ഫാമിലി ഫംഗ്ഷൻസിനൊന്നും ഇങ്ങനെയുള്ള ആൾക്കാര് വരാനായിട്ട് ആഗ്രഹിക്കില്ല. നമ്മളാരും 17 വയസ്സുണ്ട്, നമുക്ക് ജോലിയില്ല, അപ്പം എല്ലാരും ചോദിക്കും ജോലിയില്ലേ എന്ന് ചോദിക്കും. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് അൺപ്ലസന്റ്. അത് നമ്മുടെ ഈഗോയെ ഹേർട്ട് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇവന്റ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മുടെ ഈഗോയെ ഷീൽഡ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും. എന്തിനാ ഇവര് ചോദിച്ച് ഓരോന്ന് പറഞ്ഞത് കേട്ട് അതിന്റെ കാര്യമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ച നമ്മൾ തന്നെ ആ ഒരു ഇവന്റിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ തന്നെ മാറ്റുന്നു. സോ ദാറ്റ് ഇസ് കോൾഡ് as withdrawal, and that is also a type of ഡിഫൻസ് മെക്കാനിസം. ഫിയർ ഓഫ് റിജക്ഷൻ ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാക്കാത്തതിന്റെ കാര്യം, നമ്മൾ ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി ഔട്ട് ഗോയിങ് ഒന്നും അല്ലാത്തതിന്റെ കാര്യം ചിലപ്പോൾ അവർ റിജക്ട് ആകുമോ എന്നുള്ളൊരു പേടിയായിരിക്കും. ആ പേടി ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് another ഡിഫൻസ് മെക്കാനിസം. ഇനി ദ 14th one, 14ാമത്തെ ഡിഫൻസ് മെക്കാനിസം ആണ് ഡേ ഡ്രീമിംഗ്. ദിവാസ്വപ്നങ്ങൾ കാണുക. ഇറ്റ്സ് എ ടെമ്പററി എസ്കേപ്പ് ഫ്രം ഡെയിലി റിയാലിറ്റി ബൈ ഫോമിംഗ് മെന്റൽ പിക്ചേഴ്സ്, യൂഷ്വലി ഇൻ സ്പോണ്ടേനിയസ് ബ്രീഫ് എപ്പിസോഡ്സ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബീച്ചിൽ കൂടെ നടന്നു പോകുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നല്ല, നമ്മളിങ്ങനെ ഓർക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച ഒരു നൈറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു, ദിവാസ്വപ്നം കാണുന്നു. നമ്മളൊക്കെ ക്ലാസ്സുകളിലും ഒക്കെ ഇരുന്ന് ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള ഒന്നാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിരുന്നു. Okay, that is psychology. Okay, the person forms a mental image of a past experience or of a situation that he or she never actually experienced. നമ്മൾ മെന്റൽ ഇമേജസ് ഉണ്ടാക്കുകയാണ് about something that we did not enjoy, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തിനെ കുറിച്ചെങ്കിലും നമ്മളൊരു മെന്റൽ ഇമേജ് ഉണ്ടാക്കുകയാണ്. So that is called as daydreaming. Okay, the daydreamer use these mental pictures to escape from the reality temporarily, to overcome a frustrating situation or to satisfy hidden wishes. People who work in companies from Monday to Saturday work ചെയ്ത് ഒരു സൺഡേ മാത്രം കിട്ടുന്ന ആൾക്കാര്. സോ ആഫ്റ്റർ ദാറ്റ് സൺഡേ വെൻ ദേ കം ബാക്ക് ഓൺ മൺഡേ, പിന്നെയും അവരുടെ മുൻപിലേക്ക് വലിയൊരു കാലഘട്ടം മുമ്പോട്ടേക്ക് കിടക്കുകയാണ് അടുത്ത സൺഡേ ആവാൻ. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ ആലോചിക്കുമായിരിക്കും, ഡേ ഡ്രീമിങ്, തിങ്കിങ് അബൌട്ട് സംതിങ്. നമ്മളിങ്ങനെ ഭയങ്കര കൂൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു അല്ലെ. സോ അതൊക്കെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ടു എസ്കേപ്പ് ഫ്രം ദ റിയാലിറ്റി. സോ അതിന്റെ പേരാണ് ഡേ ഡ്രീമിങ്, നമ്മുടെ ദിവാസ്വപ്നം കാണുക എന്നുള്ളത്.
ഓക്കെ. സോ ഇനി നെക്സ്റ്റ് വൺ ആണ് റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇതെന്താണെന്ന് നോക്കാം. People who use this defense mechanism recognize how they feel, but they choose to behave in the opposite manner of their instinct. അതായത് ചില ആൾക്കാർക്ക് ചില സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, പോട്ടെ ദേഷ്യം വന്നു, ഭയങ്കരമായിട്ട് സങ്കടം വന്നു, ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് സങ്കടം വന്നിരിക്കുകയാണ്, കരയാനിരിക്കുകയാണ്. അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു അയാൾ അവിടെ നിന്നാൽ കരയുന്നു. പക്ഷെ they choose to behave completely opposite ആയിട്ട് അവർ ബിഹേവ് ചെയ്യും. ചിലപ്പോ ആ കരച്ചിലൊന്നുമില്ല, എന്താ അതിനെന്താ എന്നൊക്കെ പറയും. അതായത് ചിലപ്പോ അവരവിടെ കരഞ്ഞാൽ അവരുടെ ഈഗോയെ ഹേർട്ട് ആവുമായിരിക്കാം. അപ്പം നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടും നമ്മൾ സങ്കടമാണെങ്കിൽ സങ്കടം നമ്മൾ റിയലൈസ് ചെയ്തിട്ടും സന്തോഷം നമ്മൾ ചിലപ്പോൾ പുറത്ത് കാണിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഡിഫൻസ് മെക്കാനിസം കോൾഡ് as റിയാക്ഷൻ ഫോർമേഷൻ. A person who reacts this way may feel they should not express negative emotions such as anger or frustration. They choose to instead react in an overly positive way. നമ്മളാണെങ്കിൽ കടിച്ചമർത്തിയിട്ട് ഓഹോ എന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതായത് അവിടെ നമുക്ക് ദേഷ്യം വന്നു, നമുക്ക് സങ്കടം വന്നു, പക്ഷെ എന്നാലും we are not able to do it, right? They choose to instead react in an overtly positive way. ഭയങ്കര പോസിറ്റീവ്, അല്ല മാം എന്താണ് വേണ്ടത്? മേ ബി ഈ റിയാക്ഷൻ ഫോർമേഷൻ പീപ്പിൾ ഗോ ത്രൂ ഇൻ ദ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ഭയങ്കരമായിട്ട് മേ ബി. കാരണം നമുക്ക് ചിലപ്പോൾ ഭയങ്കര അനോയിങ് ആയിട്ടുള്ള ഗസ്റ്റുകൾ വരുമായിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് ദേഷ്യവും നമ്മുടെ ഈഗോ ഹേർട്ടായി എല്ലാ സംഭവങ്ങളും വരുന്നുണ്ടെങ്കിലും നമ്മളവിടെ വി ചൂസ് ടു ഓക്കെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മാം എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഡിഫൻസ് മെക്കാനിസം which is called as reaction formation. I hope you guys have understood. Ini next one ana 16, that is isolation intellectualization. Works to reduce anxiety by thinking about events in a cold clinical way, allows us to avoid thinking about the stressful emotional aspect of the situations instead of focusing on the intellectual component. അതായത് ഏതെങ്കിലും ഒരു ഇവന്റ് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉളവാക്കുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ഭയങ്കര എന്താ പറയുക കോൾഡ് ആയിട്ട് ഓക്കെ ഞാൻ അവിടെ പോയി തിരിച്ചു വന്നു അവനിങ്ങനെ പറഞ്ഞിരുന്നു. അതായത് അല്ലാതെ അവിടെ എന്ത് ഇമോഷൻസ് ഉണ്ടായി, എനിക്ക് എന്ത് ഫീൽ ചെയ്തു എന്നതിനെ പറ്റി ഒന്നും നമ്മൾ അവിടെ സംസാരിക്കുന്നില്ല. ട്രൈ ടു ഇന്റലക്ച്വലൈസ് ഇറ്റ്. ഓക്കെ, ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെ ക്ലിനിക്കലായിട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ കോൾഡ് ആയിട്ട് എന്ത് സംഭവിച്ചു, ആ ഇവന്റിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫീലിംഗ്സിനെ പറ്റിയോ ഇമോഷൻസിനെ പറ്റിയോ ഹേർട്ടിനെ പറ്റിയോ ഒന്നും നമ്മളവിടെ ചിന്തിക്കുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് defense mechanism, that is isolation intellectualization. Okay, ini the last method, isolation intellectualization athra example parayam. A person who has just been diagnosed with terminal illness might focus on learning everything about the disease in order to avoid distress and remain distant from the reality of the situation. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ടെർമിനൽ ആയിട്ടുള്ള ഇൽനെസ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരാള് he tried to learn everything about the disease. എത്ര നാളുണ്ട്, എത്ര നാളെ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നതിനെ കുറിച്ച് എല്ലാം പഠിക്കുന്നു. പക്ഷെ റിയാലിറ്റി ഓഫ് ദ സിറ്റുവേഷൻ, അതിന്റെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനെ ടച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിനെയാണ് ഐസൊലേഷൻ ഇന്റലക്ച്വലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുക. സോ ദാറ്റ് ഈസ് ഓൾസോ ഡിഫൻസ് മെക്കാനിസം. ഇനി the last one, that is compartmentalization. എന്താണ് compartmentalization? Separating our lives into independent sectors. ഇൻഡിപെൻഡന്റ് സെക്ടേഴ്സ് ആയിട്ട് നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റുകയാണ്. സെപ്പറേറ്റിംഗ് our life into independent sectors. Choosing not to discuss personal life issues at work. You back off, you compartmentalize that element of your life. I think this compartmentalization applies to a lot of people. പക്ഷെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കൗൺസിലേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു വ്യക്തിയുടെ മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇരുന്ന് കേട്ടിട്ട് അത് നമ്മൾ അവിടെ തന്നെ വിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഓർഗനൈസേഷനിൽ നമ്മുടെ ആ ഒരു സെറ്റിങ്ങിൽ അതിൽ വിട്ടിട്ട് വരാൻ പറ്റിയില്ല, നമ്മൾ അത് പേഴ്സണൽ ലൈഫിലേക്കും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് സെക്ടേഴ്സ് ആയിട്ട്, ഓക്കെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടിനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിനെ ഇവിടെ വെച്ചിരിക്കുന്നു, വീട്ടിൽ വരുമ്പോൾ ഉള്ള എന്റെ റോൾസ് തിരിച്ചു വെച്ചിരിക്കുന്നു. സോ ഐ ഹാവ് കമ്പാർട്ട്മെന്റലൈസ്ഡ് മൈസെൽഫ് സോ ദാറ്റ് മൈ ഈഗോ ഡസന്റ് ഗെറ്റ് ഹേർട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ എ ഡിഫൻസ് മെക്കാനിസം, that is compartmentalization. I hope everybody have understood about these things. ഇനി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫിനോമിനൻ, ഇതൊരു എന്താ പറയുക ഡിഫൻസ് മെക്കാനിസം അല്ല, പക്ഷെ ഒരു ഫിനോമിനൻ ആണ്, ദാറ്റ് ഇസ് കോൾഡ് as ഗ്ലാസ് ലൈറ്റിംഗ്. എന്താണെന്ന് ഒന്ന് ആലോചിക്കുക. വാട്ട് ഇസ് ഗ്ലാസ് ലൈറ്റിംഗ്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും?
is a form of manipulation that seeks to sow seed of doubt in a target individual or group, hoping to make the target question their own memory, perception and sanity. അതായത് അവരുടെ തന്നെ ഒരു വ്യക്തിയുടെ മെമ്മറിയെ തന്നെ അവരുടെ ഓർമ്മകളെയും അവരുടെ ഉറപ്പിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ മനസ്സിലേക്ക് ഡൗട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻ ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുക. ഇപ്പൊ നമ്മുടെ ചിലപ്പം ചില ആന്റിമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അയലത്തെ അമ്മച്ചിമാർക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമായിരിക്കും. നമ്മളെ പറ്റി നമ്മുടെ അമ്മമാർക്കും അപ്പമാർക്കും ഒക്കെ ചിലപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷെ അവരിങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ അവൾ എന്താ ചെയ്തത്, അവൾ ആ ഫോൺ എടുത്തോ, എന്തോ സംഭവം ഒരു ചുറ്റിക്കളി ഇല്ലേ, അതായത് അവർക്ക് ഉറപ്പുള്ള എന്തോ ഒരു കാര്യത്തെ അവർക്ക് തന്നെ ഡൗട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫിനോമിനൻ ഓഫ് മാനിപ്പുലേഷൻ ആണ്. അറിയാതെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഐ വാസ് ജസ്റ്റ് കിഡിങ്. സോ ദാറ്റ് ഈസ് കോൾഡ്, ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഗ്ലാസ് ലൈറ്റിംഗ് എന്ന് വിളിക്കുക. Using persistent denial, misdirection, contradiction and lying, it is an attempt to destabilize the target and delegitimize the target's belief. അതായത് ടാർജറ്റിന് ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആ കുട്ടിയെ കുറിച്ചുള്ള എന്താ പറയുക വിശ്വാസത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻ ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. ഇറ്റ്സ് ജസ്റ്റ് ഗ്യാസ് ലൈറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, പക്ഷെ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ഫൗണ്ട് വെരി ഇൻട്രസ്റ്റിംഗ്. ഡിസ്ക്രീറ്റിംഗ് യു, യൂസിങ് എ മാസ്ക് ഓഫ് കോൺഫിഡൻസ്, അസർട്ടീവ്നെസ് ആൻഡ് ഫേക്ക് കമ്പാഷൻ. അയ്യോ ഇല്ല ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാ കേട്ടോ, വേറൊന്നും അല്ല. അല്ലെങ്കിൽ ചേഞ്ചിങ് ദ സബ്ജക്ട്, മിനിമൈസിങ്, ഡിനയൽ ആൻഡ് അവോയ്ഡൻസ്, ട്വിസ്റ്റിംഗ് ആൻഡ് റീഫ്രെയിമിംഗ്, ഇതൊക്കെ ഗ്യാസ് ലൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടാക്ടിക്കുകളാണ്. ഓക്കെ, ഇനി we will go into some practice questions. അപ്പോ ഇതിനകത്ത് സൈക്കോളജി പഠിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇതിപ്പോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് സീ സം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം, ലൈവിലുള്ള ആൾക്കാർ ABCD ഏതാണെന്ന് പറയുക കേട്ടോ. മെക്കാനിസം ഡിസൈൻഡ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് കോൺഫ്ലിക്ട് കോസ്ഡ് ബൈ സ്പെസിഫിക് എക്സ്പീരിയൻസ് ഇസ് നോൺ ആസ്. അതായത് സ്ട്രെസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണ്? ഈഗോ മെക്കാനിസം ആണോ, ഡിഫൻസ് മെക്കാനിസം ആണോ, ഇലക്ട്രോണിക് മെക്കാനിസം ആണോ, കോപ്പിംഗ് മെക്കാനിസം ആണോ? ഇസ് ദർ എനിബഡി? Can anybody say the answer? എന്താണ് ഇതിനകത്ത് ഏതായിരിക്കും? ഏത് മെക്കാനിസം ആണ് സ്പെസിഫിക് മെക്കാനിസം എന്ന് വിളിക്കുക? ഈഗോ മെക്കാനിസം ആണോ, ഡിഫൻസ് മെക്കാനിസം ആണോ, ഇലക്ട്രോണിക് മെക്കാനിസം ആണോ, കോപ്പിംഗ് മെക്കാനിസം ആണോ? Anybody know the answer? Yes, somebody has answered. It is B, ഡിഫൻസ് മെക്കാനിസം. അത് ബോൾഡ് ആയിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ. സോ ദ ആൻസർ ഇസ് ഡിഫൻസ് മെക്കാനിസം ആണ്. ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മുടെ സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യാനും കോൺഫ്ലിക്റ്റിനെ ഒക്കെ കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു എക്സ്പീരിയൻസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, unconscious demonstration of the opposite behavior, attitude or feelings of what one would normally show in a given situation. Unconscious shifting of feelings such as hostility or anxiety from one idea അല്ലെങ്കിൽ person or object to another. നമുക്ക് ഒരാളോട് തോന്നിയിരുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാളിലേക്ക് ആ ഫീലിങ്സിനെ എല്ലാം ഷിഫ്റ്റ് ചെയ്യുന്നതിനെ എന്തെന്നാ വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ആദ്യം കണ്ടത് അങ്ങാടി തോറ്റേന് നമ്മൾ ഒരാളോട് നമ്മൾ ദേഷ്യപ്പെടില്ലേ? സിമിലർ ടു ദാറ്റ്. നമുക്ക് ബോസിനോട് ഭയങ്കര ദേഷ്യം വന്ന് നമുക്ക് ബോസിനോട് ദേഷ്യമൊന്നും കാണിക്കാൻ പറ്റിയില്ല. വി ഹാഡ് ടു കം ബാക്ക് ആൻഡ് ദെൻ ഷോ ദാറ്റ് ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ആങ്സൈറ്റി നമുക്ക് ഉണ്ടായത് കൊണ്ട് നമ്മൾ ആ ഇമോഷൻസിനെ വേറൊരാളോട് കാണിക്കുന്നു. സോ ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, മറന്നു പോകരുത്. ഇനി റിപ്രഷൻ എന്താണ്? റിപ്രഷൻ റെഫേഴ്സ് ടു എന്താണ്? നമുക്ക് വായിച്ചു നോക്കാം. ദാറ്റ് ഇസ് ഓപ്ഷൻ എ, conscious exclusion of bad memories that causes anxiety from mind. Option B, unconscious exclusion of bad memories that cause anxiety from mind. സപ്രഷൻ റിപ്രഷന്റെ തമ്മിലുള്ള വ്യത്യാസത്തിനകത്ത് നമ്മൾ കൃത്യം കണ്ടിരുന്നു. റിപ്രഷൻ എന്ന് വിളിക്കുന്നത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആണ്. ഓക്കെ, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആണ്. സോ റിപ്രഷൻ ഇസ് ദ അൺകോൺഷ്യസ് എക്സ്ക്ലൂഷൻ ഓഫ് ബാഡ് മെമ്മറി ദാറ്റ് കോസസ് ആങ്സൈറ്റി ഫ്രം മൈൻഡ്. അപ്പൊ കോൺഷ്യസ്ലി എക്സ്ക്ലൂഡ് ചെയ്യുമായിരുന്നെങ്കിൽ അത് എന്തായിരുന്നേനെ? സെപ്പറേഷൻ ആയിരുന്നേനെ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7, a conscious exclusion അല്ലെങ്കിൽ forgetting of distressing memories, thoughts or feelings is known as. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എന്താണ്? സപ്പറേഷൻ. സപ്പറേഷൻ കോൺഷ്യസ് ആണ്, റിപ്രഷൻ അൺകോൺഷ്യസ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ,
Question number 8. When the individual is afraid of original goal and avoids the actual failure, he selects a new goal or situation which is easier to attain is known as in the അതായത് ഒറിജിനൽ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അപ്പൊ മറ്റൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. Drawing of the unwanted energy into socially acceptable channel is called as sublimation. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുട്ടികളില്ലാത്ത പേരൻസ് മറ്റു കുട്ടികൾക്ക് വേണ്ടി, ഓർഫനേജിലുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ചാനലിലേക്ക് അവർ അതിനെ വിടുകയാണ്. അവരുടെ ഒരു അൺവാണ്ടഡ് എനർജി അല്ലെങ്കിൽ ഒരു സങ്കടം, ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് സബ്ലിമേഷൻ. Okay, question number 10. Justification of behaviors using reason other than real reason. റീസൺ മറ്റേ എന്താ പറയുക ഇമോഷൻസിനെയോ ഫീലിങ്സിനെയോ ഒന്നും അതിനകത്ത് ചിന്തിക്കുന്നില്ല. ക്ലിനിക്കൽ ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഇവന്റിനെ പറ്റി ചിന്തിക്കുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുക? റാഷണലൈസേഷൻ അല്ലെങ്കിൽ ഐസോലേഷൻ എന്ന് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് റാഷണലൈസേഷൻ. ഇനി an adult, question number 11. An adult shows childhood behavior during the late stages of illness. Here he is adapting to the situation. ഒരു അഡൽട്ട് ചൈൽഡ്ഹുഡ് ബിഹേവിയറിലേക്ക് അല്ലെങ്കിൽ മുൻപുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് തിരിച്ചു പോകുന്നതിനെ എന്തെന്നാ വിളിക്കുക? റിഗ്രഷൻ. ഞാൻ പറഞ്ഞു കുട്ടികളിലൊക്കെ ഫസ്റ്റ് ബോൺ ആയിട്ടുള്ള കുട്ടികളുള്ള വീട്ടിൽ സെക്കൻഡ് ബോൺ ഒരു കുഞ്ഞുവാവയും കൂടെ ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് കുട്ടി ഇച്ചിരി കൂടെ കുട്ടിത്തരങ്ങളൊക്കെ കാണിക്കുക, അതായത് വാശി പിടിക്കുക, കിടക്കപ്പായൽ മുള്ളുക, അല്ലെങ്കിൽ അതിനാ ബെഡ് വെറ്റിംഗ് എന്ന് പറയാം കേട്ടോ, ബെഡ് വെറ്റിംഗ് നടത്തുക, അല്ലെങ്കിൽ എന്താ പറയാ പഴയ പോലെ തം സക്കിങ് സ്വഭാവങ്ങൾ തുടങ്ങുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനാണ് റിഗ്രഷൻ എന്ന് വിളിക്കുക. Okay, even alcoholism and also drug addiction is also part of regression. Okay, in question number 12, which is the primary defense mechanism? ഏതാണ് പ്രൈമറി ഡിഫൻസ് മെക്കാനിസം ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്? മറന്നു പോകണ്ട, ദാറ്റ് ഇസ് റിപ്രഷൻ. പ്രൈമറി റിപ്രഷൻ, ഇത് ഓർത്ത് വെച്ചോളുക. പ്രൈമറി ഡിഫൻസ് മെക്കാനിസം എന്താണ്? റിപ്രഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 13. സപ്രഷൻ എന്താണ്? ഈ റിപ്രഷനും സപ്രഷനും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഓർക്കുക. കാരണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും റിപ്രഷനെ കുറിച്ചും സപ്രഷനെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. സോ സപ്രഷൻ റെഫേഴ്സ് ടു എന്താണ്? കോൺഷ്യസ് എക്സ്ക്ലൂഷൻ ആണ്. സപ്രഷൻ ഇസ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്തായിരുന്നു? റിപ്രഷൻ ആണ്. റിപ്രഷൻ ഇസ് അൺകോൺഷ്യസ്, സപ്രഷൻ ഇസ് കോൺഷ്യസ്. സോ repression is unconscious and suppression is conscious. Okay, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി 14th question. Attributing of our own unwanted traits into others. നമുക്കായിരിക്കും അവരോട് ഭയങ്കരമായിട്ട് ദേഷ്യം, പക്ഷെ നമ്മൾ പറയണം അയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയുന്നു. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് പ്രൊജക്ഷൻ. ഓക്കെ, നമ്മൾ പ്രൊജക്ട് ചെയ്യാണ് നമ്മുടെ ഫീലിംഗ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. അവോയ്ഡൻസ് ഓഫ് an unacceptable reality. എന്താണ്? നമ്മൾ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള റിയാലിറ്റി, ഇപ്പൊ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ത്? ഡിനയൽ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി, ഡിനയൽ. ആൻഡ് the 16th question. Unconscious process in which client blocks undesirable and unacceptable thought is termed as. Unconscious process ആണ് in which the client blocks undesirable and unacceptable thoughts. അപ്പൊ നമ്മൾ ഇത് RU നമ്മൾ ഓർത്ത് വെച്ചു. RUSC ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് റിപ്രഷൻ അൺകോൺഷ്യസ്, സപ്രഷൻ കോൺഷ്യസ്. സോ RUSC എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എത്ര ചോദ്യങ്ങൾ തന്നെ നിങ്ങളിപ്പോ കണ്ടു. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് റിപ്രഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. Which defense mechanism is related to creativity? That is sublimation. അതായത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പം ഇറ്റ് നീഡ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലെ? അപ്പൊ അതാണ് ക്രിയേറ്റിവിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ഏതാണെന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് സബ്ലിമേഷൻ. ഓക്കെ, സോ 18th question. A student scolded by the headmaster may hit his peers in the school. This is an example of displacement ആണ്. കത്രു സംശയം വേണ്ട, ദ ആൻസർ ഇസ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഹെഡ്മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു വഴക്കാണ്, അതുകൊണ്ട് അവൻ ചിലപ്പോൾ ക്ലാസ് വന്നിട്ട് കൂട്ടുകാരെ തള്ളുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ്. ഹെഡ്മാസ്റ്ററിനെ തല്ലാൻ പറ്റില്ലല്ലോ. സോ ഡിസ്പ്ലേസ്മെന്റ്, ഓപ്ഷൻ എ, ഡിസ്പ്ലേസ്മെന്റ്. സോ ദാറ്റ്സ് about it about
So that's about it in my session of defense mechanism. I hope everybody has understood, and this has been a very interesting topic for me personally. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിഫൻസ് മെക്കാനിസം, പീപ്പിൾ ക്യാൻ റിലേറ്റ് ടു ദിസ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് മെക്കാനിസം ഇസ് സംതിങ് ദാറ്റ് ഇസ് എല്ലാവരും നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അപ്പൊ പലരും പല രീതിയിലും റിയാക്ട് ചെയ്യുന്നതിന്റെ കാര്യം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ദീസ് ആർ ഡിഫൻസ് മെക്കാനിസം സം പീപ്പിൾ യൂസ്, സം പീപ്പിൾ നല്ല നമ്മളൊക്കെ പലതവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ, ദാറ്റ് ഇസ് ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിന്റെ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ടുമോറോ ഇസ് റിയലി സ്പെഷ്യൽ ബിക്കോസ് ഞാൻ എന്റെ പ്രൊഫഷനിൽ നിന്ന് സംസാരിക്കാനായിട്ട് പോവാണ്. വി ഓൾ ഹാവ് അഫിനിറ്റി ടുവേർഡ്സ് സം ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈസി മെത്തേഡ്സ് ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിന് പിന്നിലെ സൈക്കോളജിയെ കുറിച്ച് ഞാൻ നാളെ സംസാരിക്കുന്നതായിരിക്കും. 7:30 പ്ലീസ് ജോയിൻ മീ ടുമോറോ and please don't forget my code, that is AMT 10. I wish you all a happy evening and good night. So thank you for watching. Good night.